നമസ്കാരം, എൻ്റെ പേര് മിഥുന. കേരള യൂണിവേഴ്സിറ്റി ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഗവേഷകയാണ്. നമ്മൾ അപ്പോൾ ആനിമൽ കിങ്ഡമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ബാക്കിയുള്ള ഫൈലംസ് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അടുത്ത ഫൈലമാണ് എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവരുടെ ബോഡിയുടെ പുറത്ത് കുറേ സ്പൈൻസ് ഉണ്ടാകും. സ്പൈനി ബോഡി ഓർഗാനിസംസ് ആണ് ഇവ. And these animals have an endoskeleton of calcareous ossicles. Ossicles എന്ന് വെച്ചാൽ സ്പൈൻ പോലത്തെ സംഭവം. ഓക്കെ, all are marine with organ system level of organization. നമ്മളിപ്പോൾ പഠിച്ച് ഹയർ ഓർഗാനിസംസിൽ എത്തി. അപ്പം ഇനി അങ്ങോട്ട് എല്ലാത്തിനും എങ്ങനത്തെ ആയിരിക്കും? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. അത് ഓർമ്മ വേണം. And the adult echinoderms are radially symmetric but larvae are bilaterally symmetric. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ലാർവ, അതായത് അതിൻ്റെ കുഞ്ഞ് ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അത് ബൈലാറ്ററലി സിമെട്രിക് ആയിട്ടുള്ള ബോഡി ആയിരിക്കും. എന്നാൽ ഇവർ വലുതായി കഴിയുമ്പോൾ റേഡിയലി സിമെട്രിക് ആകും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റാർ ഫിഷ് ഒക്കെ റേഡിയലി സിമെട്രിക് ആണ് അല്ലേ? എങ്ങനെ മുറിച്ചാലും, ഏത് പ്ലെയിനിൽ മുറിച്ചാലും, സെൻട്രൽ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിക്ക് ഏത് രീതിയിൽ മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടും. അപ്പോൾ എങ്ങനെ ഇവർ അഡൾട്ടായി കഴിയുമ്പോൾ ഇവർ ഈ റേഡിയൽ സിമെട്രിക് ആയി മാറും. എന്നാൽ ഇവരുടെ ലാർവ എങ്ങനെയാണ്? ബൈലാറ്ററലി സിമെട്രിക് ആണ്. ആൻഡ് ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. സ്വാഭാവികം, ഹയർ ആനിമൽ ആയല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവരും ട്രിപ്ലോബ്ലാസ്റ്റിക്കും ആയിരിക്കും, അതുപോലെ സീലോമേറ്റും ആയിരിക്കും. അത് ഓർമ്മ വേണം. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് കംപ്ലീറ്റ് വിത്ത് എ മൗത്ത് ഓൺ ദ ലോവർ, അതായത് വെൻട്രൽ സൈഡിൽ ഒരു മൗത്തും ഉണ്ടാകും, ഡോർസൽ സൈഡിൽ എന്തുണ്ടാകും? ഏനസും ഉണ്ടാകും. അപ്പോൾ ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. ഹയർ ഓർഗാനിസം ആണെന്ന് ഓർത്താൽ മതി. ആൻഡ് the most distinctive feature of this echinoderms is the presence of water vascular system. നമ്മൾ നേരത്തെ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പഠിച്ചായിരുന്നു. ആർക്കായിരുന്നു? പോറിഫെറയ്ക്ക്. ഇവർക്ക് എന്താണ്? വാട്ടർ വാസ്കുലർ സിസ്റ്റം ആണുള്ളത്. ഇതാണ് ഇവരുടെ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ. എന്തിനാണ് ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്നറിയാവോ? ലോക്കോമോഷന് വേണ്ടിയിട്ട്, അതുപോലെ ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉള്ളത്. അപ്പോൾ ഓർക്കുക, എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞ സ്പൈനി ബോഡിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി വാട്ടർ വാസ്കുലർ സിസ്റ്റമാണ്. വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ യൂസസ് ഓർമ്മ വേണം. ലോക്കോമോഷൻ, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്, പിന്നെന്താണ്? റെസ്പിറേഷൻ. ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ആബ്സെൻറ്റ്. ഇവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. സെക്സസ് ആർ സെപ്പറേറ്റ്. റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ. ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി എക്സ്റ്റേണൽ. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് വിത്ത് ഫ്രീ സ്വിമ്മിങ് ലാർവേ. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് എല്ലാ ഓർഗാനിസത്തിനും സെയിം ആയിരിക്കും. കാരണം ഹയർ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനി നമുക്ക് ഇവരുടെ എക്സാമ്പിൾസ് നോക്കാം. സ്റ്റാർ ഫിഷ് നമ്മൾ പറഞ്ഞല്ലേ, റേഡിയലി സിമെട്രിക് ആണ്. അതിന് എക്സാമ്പിളായിട്ട് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നൊരു കാര്യം സ്റ്റാർ ഫിഷ് ആണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് അസ്റ്റേറിയാസ്. ഇനി എക്കൈനസ് എന്ന് പറയുന്നതാണ് സീ അർച്ചിൻ. എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം. സീ അർച്ചിൻ എന്നറിയപ്പെടുന്നത് എക്കൈനസ് ആണ്. പിന്നെ ആൻറ്റിഡോൺ. ആൻറ്റിഡോണിൻ്റെ മറ്റൊരു പേരാണ് സീ ലില്ലി. അപ്പോൾ ഓർക്കുക, സീ ലില്ലി എന്ന് പറഞ്ഞാൽ ആൻറ്റിഡോണും, എക്കൈനസ് എന്ന് പറഞ്ഞാൽ സീ അർച്ചിനുമാണ്. പിന്നെ നമ്മുടെ സീ കുക്കുംബർ, അതിൻ്റെ പേരാണ് കുക്കുമാരിയ. ആ കുക്കുമാരിയ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ, സീ കുക്കുംബറാണ്. ഇനി ഒഫിയോറ, അതെന്താണ്? ബ്രിട്ടിൽ സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. ഒഫിയോറയുടെ മറ്റൊരു പേരാണ് ബ്രിട്ടിൽ സ്റ്റാർ. അപ്പോൾ ഓർക്കണം, സ്റ്റാർ ഫിഷ്, സീ അർച്ചിൻ, സീ ലില്ലി, സീ കുക്കുംബർ, അതുപോലെ ബ്രിട്ടിൽ സ്റ്റാർ. ഇവരുടെയൊക്കെ മറ്റേ പേരും കൂടെ ഓർമ്മ വേണം. എക്സാമ്പിൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ചാപ്റ്ററിലെ. എല്ലാത്തിൻ്റെയും, എല്ലാ ഫൈലത്തിൻ്റെയും എക്സാമ്പിൾസും പഠിക്കണം. അവരുടെ നമ്മുടെ ഫോക്കസ് ഏരിയ റിലേറ്റ് ചെയ്ത് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ ഓരോ ഫൈലത്തിനും. ഇപ്പോൾ നമ്മൾ വാട്ടർ വാസ്കുലർ സിസ്റ്റം പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ തറവായിട്ട് പഠിച്ചിരിക്കണം. ഒപ്പം എക്സാമ്പിൾസും, ആ എക്സാമ്പിൾസിൻ്റെ മറ്റൊരു പേരും. ഓക്കെ, അടുത്തതാണ് ഫൈലം ഹെമികോഡേറ്റ. ഹെമികോഡേറ്റ ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കണം. ഈ ഹെമികോഡേറ്റ
പണ്ട് ഒരു സബ് ഫൈലമായിരുന്നു, നമ്മുടെ കോഡേറ്റയുടെ ഒരു സബ് ഫൈലമായിരുന്നു. ഇപ്പം ഇതിനെ സെപ്പറേറ്റ് ഒരു ഫൈലമായിട്ട് കൺസിഡർ ചെയ്യുവാണ്, നോൺ കോഡേറ്റയുടെ കീഴിലാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഓർക്കണം. ഈ ഹെമികോഡേറ്റയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റുഡിമെൻ്ററി സ്ട്രക്ചർ ആയിരിക്കും. ഒരു കോളർ റീജിയൻ ഉണ്ട്, അതിൻ്റെ പേരെന്താണ്? സ്റ്റോമോക്കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. കോളർ റീജിയൻ ആണ് എ സ്ട്രക്ചർ സിമിലർ ടു ദ നോട്ടോകോഡ്. ഹയർ ഓർഗാനിസത്തിൻ്റെ നോട്ടോകോഡിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോമോകോഡ് ഉണ്ടാവും ഇവർക്ക്. എവിടെയാണ്? കോളർ റീജിയനിൽ. ആൻഡ് ദിസ് ഫൈലം കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് മറൈൻ ആനിമൽസ് വിത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ്. ആൻഡ് ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്, ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ്. പിന്നെന്താണ്? ഇവരുടെ ബോഡി സിലിണ്ട്രിക്കൽ ആണ്. എന്തൊക്കെയുണ്ട് അതിന്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആൻ ആൻറ്റീരിയർ പ്രോബോസ്കിസ് ആൻഡ് എ കോളർ ആൻഡ് എ ലോങ് ട്രങ്ക്. അങ്ങനെ 3 ഭാഗങ്ങളാണ് ഇവർക്കുള്ളത്. ഇനി സർക്കുലർ സിസ്റ്റം ഈസ് ഓപ്പൺ ടൈപ്പ്. റെസ്പിറേഷൻ എങ്ങനെയാണ്? ഗിൽസ് വഴിയാണ്. എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഈ പ്രോബോസ്കിസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി സെക്സസ് ആർ സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഇവരുടെ എക്സാമ്പിൾസ് ഒന്ന് ഓർത്തേക്കണം. ബെലാനോഗ്ലോസസും സാക്കോഗ്ലോസസും. ബെലാനോഗ്ലോസസും സാക്കോഗ്ലോസസും. ഈ ബെലാനോഗ്ലോസസിൻ്റെ പടമാണ് നമ്മുടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഹെമികോഡേറ്റ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദാ വരുന്നു നമ്മുടെ ഫൈലം കോഡേറ്റ. Animals belonging to phylum Chordata are fundamentally characterized by the presence of എന്തൊക്കെയാണ്? നോട്ടോകോഡ്, അതുപോലെ എന്താണ്? ഡോർസൽ ഹോളോ നെർവ് കോഡ് ആൻഡ് എ പെയർഡ് ഫാരിയഞ്ചർ ഗിൽ സ്ലിറ്റ്സ്. അപ്പം എന്തൊക്കെയുണ്ട്? നോട്ടോകോഡ് ഉണ്ടാകും, ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ടാകും, അതുപോലെ പെയർഡ് ഫാരിയഞ്ചർ ഗിൽ സ്ലിറ്റ്സ് ഉണ്ടാകും. ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. പിന്നെന്താ? നമ്മൾ പറഞ്ഞ പോലെ ബൈലാറ്ററലി സിമെട്രിക് ആയിരിക്കും, ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കും, സീലോമേറ്റ് ആയിരിക്കും, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. ഇനി എന്താ? ഇവർക്കൊരു പോസ്റ്റ് എയ്നൽ ടെയിൽ ഉണ്ട്, പോസ്റ്റ് എയ്നൽ ടെയിൽ ഉണ്ട്. അതുപോലെ എന്താണ്? ഇവർക്ക് ഒരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. നിങ്ങളുടെ ഫോക്കസ് ഏരിയ നോട്ട്സിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഫൈലം കോഡേറ്റ എന്ന് പറയുന്നത് വലിയൊരു ഫൈലമാണ്. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂറോ കോഡേറ്റ അല്ലെങ്കിൽ ടൂണിക്കേറ്റ, പിന്നെ സെഫാലോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയൊന്നും വേണ്ട. എന്നാലും ഓർക്കുക, ഈ വെർട്ടിബ്രേറ്റയുടെ കീഴിലാണ് ബാക്കിയുള്ളവ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സസ് ഒക്കെ വരുന്നത്. ഇതിൽ എന്താ? ജോലസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അവയെ എന്ത് ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സൈക്ലോസ്റ്റോമ എന്നൊരു ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ജോസ് ഉള്ള ആനിമൽസിനെ 2 സൂപ്പർ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സൂപ്പർ ക്ലാസ് ആണ് പിസിസ്, അതായത് നമ്മുടെ മത്സ്യങ്ങളുടെയൊക്കെ ഒരു സൂപ്പർ ക്ലാസ്. അതിൽ കോൺട്രിസ്റ്റൈസും ഓസ്റ്റിസ്റ്റൈസും വരുന്നുണ്ട്. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്ത സൂപ്പർ ക്ലാസ് ആണ് ടെട്രാപോഡ. അവയ്ക്ക് എന്താണ്? ലിംസ് ആണുള്ളത്. പിസിസിന് എങ്ങനെയാണ്? ഫിൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിനാണ് കോൺട്രിസ്റ്റൈസും ഓസ്റ്റിസ്റ്റൈസും പറഞ്ഞത്. ഇനി ടെട്രാപോഡയ്ക്ക് 2 പെയർ ഓഫ് ലിംസ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ക്ലാസ് ആംഫീബിയ, റെപ്റ്റീലിയ, ഏവിസ്, മാമൽസ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി നമുക്ക് കോഡേറ്റയും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ടേബിൾ ഇതേപോലെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. കോഡേറ്റ്സ് എങ്ങനെയാണ്? നോട്ടോകോഡ് ഉണ്ടാവും. നോൺ കോഡേറ്റ്സിനോ നോട്ടോകോഡ് ഉണ്ടാവത്തൊന്നുമില്ല. നോട്ടോകോഡ് ഈസ് ആബ്സെൻറ്റ്. ഇനി കോഡേറ്റ്സിന് ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. എങ്ങനെയായിരിക്കും? ഡോർസൽ ആയിരിക്കും, ഹോളോ ആയിരിക്കും, സിംഗിൾ ആയിരിക്കും കോഡേറ്റ്സിന്. നോൺ കോഡേറ്റ്സിനോ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇസ് വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ. അപ്പോൾ ഓർക്കുക, കോഡേറ്റ്സിൻ്റെ കാര്യത്തിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഡോർസൽ ആയിരിക്കും, ഹോളോ ആയിരിക്കും, സിംഗിൾ ആയിരിക്കും. നോൺ കോഡേറ്റ്സിൻ്റെ കാര്യത്തിൽ വെൻട്രൽ ആയിരിക്കും, സോളിഡ് ആയിരിക്കും, ഡബിൾ ആയിരിക്കും. ഇനി കോഡേറ്റ്സിന് ഫാരൻസ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്, അവർക്ക് ഗിൽ സ്ലിറ്റ്സ് ഉണ്ടാകും. എന്നാൽ നോൺ കോഡേറ്റ്സിന് ഗിൽ സ്ലിറ്റ്സ് ഉണ്ടാവില്ല. ഇനി കോഡേറ്റ്സിൻ്റെ ഹെർട്ട് വെൻട്രലിയാണ് കാണപ്പെടുന്നത്. എന്നാൽ നോൺ കോഡേറ്റ്സിന് ഹാർട്ട് ഉണ്ടെങ്കിൽ, അതായത് ഹയർ ഓർഗാനിസത്തിലേക്ക് വരുമ്പോഴേ ഹാർട്ടൊക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഡോർസൽ ആയിരിക്കും. ഇനി കോഡേറ്റ്സിനൊരു പോസ്റ്റ് എയ്നൽ ടെയിൽ ഉണ്ടാകും.
പക്ഷേ നോൺ കോഡേറ്റ്സിന് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, ടെയിലൊന്നും ഇല്ല. അപ്പോൾ ഓർക്കുക, കോഡേറ്റ്സിൻ്റെ കാര്യം ഒരാളുടെ ഒരു കാറ്റഗറി ഓർത്തിരുന്നാൽ മറ്റതിനതില്ല എന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് കോഡേറ്റ്സിൻ്റെ കാര്യം തന്നെ പഠിക്കാം. നോട്ടോകോഡ് ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം എങ്ങനെയാണ്? ഡോർസൽ, ഹോളോ, സിംഗിൾ. ഹാർട്ട് വെൻട്രൽ ആണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ ആണ്. ഇനി എന്താണ്? ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, അതുപോലെ പോസ്റ്റൈനൽ ടെയിൽ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കോഡേറ്റ്സിനുള്ളത്. ഇതൊന്നും നോൺ കോഡേറ്റ്സിന് ഇല്ല. ഇത്ര ഓർത്താൽ മതി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ക്ലാസ് പീസസ് ആണ്, അതായത് മത്സ്യങ്ങളുടെ ഒരു സൂപ്പർ ക്ലാസ്. അതിനകത്ത് വരുന്നതാണ് കോൺട്രിച്ച് തൈസും ഓസ്റ്റിച്ച് തൈസും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമുക്ക് കോൺട്രിച്ച് തൈസ് നോക്കാം. ഇവർ മറൈൻ ആനിമൽസ് ആണ്. എങ്ങനത്തെ ബോഡിയാണ്? സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. ആൻഡ് ദേ ഹാവ് എ കാർട്ടിലേജസ് എൻഡോസ്കെൽട്ടൺ. പിന്നെന്താണ്? മൗത്ത് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. പിന്നെ ഇവർ കോഡേറ്റ്സ് ആണല്ലോ, അപ്പോൾ എന്തായാലും ഇവർക്ക് നോട്ടോകോഡ് ഉണ്ടാകും. ഈ നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ഗിൽ സ്ലിറ്റ്സ് ഉണ്ടാകും. ഈ ഗിൽ സ്ലിറ്റ്സ് എങ്ങനെയായിരിക്കും? സെപ്പറേറ്റ് വിത്തൗട്ട് ഓപ്പർക്കുലം, അതായത് ഗിൽ കവർ ഇല്ലാത്ത, അതായത് ഓപ്പർക്കുലം ഇല്ലാത്ത ഗിൽ സ്ലിറ്റ്സ് ആയിരിക്കും ഇവർക്കുണ്ടാവുക. ഇവരുടെ സ്കിൻ എങ്ങനെയാണ്? ടഫായിരിക്കും ആൻഡ് കണ്ടെയ്ൻസ് മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ്. അപ്പോൾ കോൺട്രിച്ച് തൈസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവരുടെ നോട്ടോകോഡ് ലൈഫ് ലോങ് പെർസിസ്റ്റ് ചെയ്യുന്നവയാണ്. ഓപ്പർക്കുലം ഇല്ലാത്ത ഗിൽ സ്ലിറ്റ്സ് ആണ്. പ്ലക്കോയിഡ് സ്കെയിൽസ് ഉണ്ടാകും. പിന്നെന്താ? Teeth are modified plecoid scales which are backwardly directed and their jaws are very powerful. These animals are predaceous. ഇര തേടി പിടിച്ചു കഴിക്കുന്നവരാണ്. During the absence of air bladder, they have to swim constantly to avoid sinking. അപ്പോൾ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സ്വിമ്മ് ചെയ്യേണ്ടി വരും, എയർ ബ്ലാഡർ ഇല്ലെങ്കിൽ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ, ഇവർക്ക് എയർ ബ്ലാഡർ ഇല്ല. അപ്പോൾ ഇവർക്ക് സ്വിം ചെയ്യേണ്ടി വരും. സിങ്ക് ചെയ്ത് പോവാതിരിക്കാൻ, മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി സ്വിമ്മ് ചെയ്യേണ്ടി വരും. ഇവരുടെ ഹെർട്ട് 2 ചേമ്പേർഡ് ആണ്, അതായത് ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളേ കാണുള്ളൂ. പിന്നെ ചിലതൊക്കെ ടോർപെഡോ പോലുള്ള അവയൊക്കെ ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ടാകും. അതുപോലെ ചിലതിന് പോയിസൺ സ്റ്റിങ് ഉണ്ടാകും. അതിന് എക്സാമ്പിളാണ് ട്രൈഗൺ. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഇലക്ട്രിക് ഓർഗൻ ഉള്ള ഒരു കോൺട്രിച്ച് തൈസിൻ്റെ പേരാണ് ടോർപെഡോ. അതുപോലെ പോയിസണസ് സ്റ്റിങ് ഉള്ളതിൻ്റെ പേരാണ് ട്രൈഗൺ. പിന്നെന്താ? ഇവർ കോൾ ബ്ലഡഡ് ആണ്, പോയ്ക്കിലോതേംസ് ആണ്, അത് ഓർക്കണം. ആൻഡ് ദേ ലാക്ക് ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദർ ബോഡി ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് ഇവരെ പോയ്ക്കിലോതേംസ് എന്ന് വിളിക്കുന്നത്. ഈ വേർഡ്സ് ഒക്കെ പിന്നീടുള്ള നമ്മൾ പഠിക്കുന്ന ക്ലാസ്സസിലൊക്കെ വരും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. സെക്സസ് സെപ്പറേറ്റ് ആണ്. അതുപോലെ മെയിലിന് എന്തുണ്ടാകും? പെൽവിക് ഫിൻസ് ഉണ്ടാകും, വിച്ച് ബെയർ ക്ലാസ്പേഴ്സ്. അപ്പോൾ ക്ലാസ്പേഴ്സ് ഉള്ള പെൽവിക് സ്പിൻസ് ഉണ്ടാവും ഇവർക്ക്. പിന്നെന്താ? ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ആണ്. പിന്നെ വിവി പാരസ് ആണ്, പ്രസവിക്കുന്നവയാണ്. എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ഡോഗ് ഫിഷ് സ്കോളിഡോൺ, ഓക്കെ, സ്കോളിയോഡോൺ. അതുപോലെ സോ ഫിഷ് പ്രിസ്റ്റിസ്. അതുപോലെ നമ്മുടെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. പിന്നെ നമ്മൾ പറഞ്ഞ ട്രൈഗൺ, പോയിസണസ് സ്റ്റിങ് ഉള്ള ട്രൈഗൺ, അതിൻ്റെ പേരാണ് സ്റ്റിങ് റേ. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. നോട്ടോകോഡ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ലൈഫ് ആണെന്ന് ഓർക്കണം. പ്ലക്കോയിഡ് സ്കെയിൽ ഉണ്ടെന്ന് ഓർക്കണം. ഓപ്പർക്കുലം ഇല്ലാത്ത ഗിൽ സ്ലിറ്റ്സ് ഉണ്ടെന്നും ഓർക്കണം. ഇതാണ് കോൺട്രിച്ച് തൈസിനെ റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. എക്സാമ്പിൾസ് നമ്മൾ സ്കോളിയോഡോണും അതുപോലെ സോഫിഷും ഒക്കെ, അതും ഓർക്കണം. എയർ ബ്ലാഡർ ഇല്ലാത്ത കൊണ്ട് ഇവർക്ക് മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി സ്വിം ചെയ്യേണ്ടി വരും. അടുത്തതാണ് നമ്മുടെ ഓസ്ട്രിച്ച് തൈസ്. ഇത് സൂപ്പർ ക്ലാസ് പീസസിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇവർ മറൈനും ഉണ്ടാകാം, ഫ്രഷ് വാട്ടറും ഉണ്ടാകാം. ബോണി എൻഡോസ്കെൽട്ടൺ ഉണ്ട് ഇവർക്ക്. അതുപോലെ ബോഡി സ്ട്രീം ലൈൻഡ് ആണ്. മൗത്ത് ഈസ് മോസ്റ്റ്ലി ടെർമിനൽ. ഇവർക്ക് 4 പെയർ ഓഫ് ഗിൽസ് ഉണ്ട്, കവേർഡ് ബൈ ആൻ ഓപ്പർക്കുലം ഓൺ ഈച്ച് സൈഡ്. അപ്പോൾ ഇവരുടെ ഗിൽ സ്ലിറ്റ്സ് എങ്ങനെയാണ്? കവേർഡ് ബൈ ഓപ്പർക്കുലമാണ്. നമ്മുടെ കോൺട്രിച്ച് തൈസിന് എങ്ങനെയായിരുന്നു? നോട്ട് കവേർഡ് ബൈ ഓപ്പർക്കുലം ആയിരുന്നു. പിന്നെന്താ? ഇവർക്ക് എയർ ബ്ലാഡർ ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ ബോയൻസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. മുങ്ങിപ്പോവത്തില്ല, പൊങ്ങി തന്നെ കിടക്കും, എയർ ബ്ലാഡർ ഉള്ളതുകൊണ്ട്. പിന്നെന്താ? സ്കിൻ ഈസ് കവേർഡ് ബൈ സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ്. മറ്റവർക്ക് ആരായിരുന്നു? പ്ലക്കോയിഡ് സ്കെയിൽസ് ആയിരുന്നു കോൺട്രിച്ച് തൈസിന്. ഓസ്ട്രിച്ച് തൈസിന് എങ്ങനെയാണ്? സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് ആണ്.
ഹാർട്ട് 2 ചേമ്പേർഡ് ആണ്, ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. അതുപോലെ ഇവരും കോൾഡ് ബ്ലഡഡ് ആണ്, സെക്സസ് സെപ്പറേറ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഇവർ ഓവി പാരസ് ആണ്. അപ്പോൾ കോൺട്രിച്ച് തൈസ് എങ്ങനെയായിരുന്നു? വിവി പാരസ് ആയിരുന്നു. ഓസ്ട്രിച്ച് തൈസ് എങ്ങനെയാണ്? ഓവി പാരസ്. ആ ഓ അത് ഓർത്താൽ മതി. ഓസ്ട്രിച്ച് തൈസ് ഓവി പാരസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഫ്ലൈയിങ് ഫിഷ്, അതുപോലെ സീ ഹോഴ്സ് എന്നറിയപ്പെടുന്ന ഹിപ്പോ ക്യാമ്പസ്, നമ്മുടെ റോഹു ലാബിയോ എന്നറിയപ്പെടുന്ന റോഹു ഫിഷ്, കട്ല ഫിഷ്, അതുപോലെ ഏഞ്ചൽ ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ് നമ്മുടെ അക്വേറിയത്തിലൊക്കെ കാണപ്പെടുന്ന. അപ്പോൾ ഇതെല്ലാം ഓസ്ട്രിച്ച് തൈസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ ഗിൽസ്ലിറ്റ്സിന് ഓപ്പർക്കുലം ഉണ്ടാകും, 4 ഗിൽസ്ലിറ്റ്സ് ഉണ്ടാകും, എയർ ബ്ലാഡർ ഉള്ളതുകൊണ്ട് ബോയൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടും. പിന്നെന്താ, ഇവരുടെ സ്കെയിൽസ് എങ്ങനെയാണ്? സൈക്ലോയിഡ് സ്കെയിൽസ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് ആയിരിക്കും. സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഹെർട്ട് എങ്ങനെയാണ്? 2 ചേമ്പേർഡ് ആണ്, ഓവി പാരസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫോക്കസ്ഡ് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ ടേബിൾ. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അവർ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിച്ച് തൈസ് ആൻഡ് ഓസ്ട്രിച്ച് തൈസ്. അപ്പോൾ കോൺട്രിച്ച് തൈസിൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞു? മറൈൻ ആനിമൽസ് ആണ്. ഓസ്ട്രിച്ച് തൈസോ? ഇവർ മറൈനും ആവാം, ഫ്രഷ് വാട്ടറും ആകാം. കോൺട്രിച്ച് തൈസ് എന്ന് പറയുന്നതിനൊരു കാർട്ടിലേജസ് എൻഡോസ്കെൽട്ടൻ ഉണ്ടാവും. മറ്റവർക്ക് എങ്ങനെയാണ്? ബോണി എൻഡോസ്കെൽട്ടൻ ആണ് ഉള്ളത്. മൗത്ത് എങ്ങനെയാണ്? വെൻട്രലി ലൊക്കേറ്റഡ് ആണ് നമ്മുടെ കോൺട്രിച്ച് തൈസിന്. ഓസ്ട്രിച്ച് തൈസിനോ? ടെർമിനലി ലൊക്കേറ്റഡ് ആണ് മൗത്ത്. ഗിൽസ്ലിറ്റ്സ് എങ്ങനെയായിരുന്നു? വിത്തൗട്ട് ഓപ്പർക്കുലമാണ് ആദ്യത്തെ ആൾക്കാർക്ക്. രണ്ടാമത്തെ ആൾക്കാർക്ക് എങ്ങനെയാണ്? 4 പെയർ ഓഫ് ഗിൽസ് ഉണ്ടാകും, കവേർഡ് ബൈ ഓപ്പർക്കുലം ഓൺ ഈച്ച് സൈഡ്. പിന്നെ കോൺട്രിച്ച് തൈസിന്റെ സ്കെയിൽസ് എങ്ങനെയാണ്? പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. ഓസ്ട്രിച്ച് തൈസിന്റെയോ? സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് ആണ്. എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട് മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി സ്വിമ്മ് ചെയ്യേണ്ടി വരും നമ്മുടെ കോൺട്രിച്ച് തൈസുകാർക്ക്. എന്നാൽ ഓസ്ട്രിച്ച് തൈസുകാർക്കോ? അവർക്ക് എയർ ബ്ലാഡർ ഉണ്ട്, അതുകൊണ്ട് അവരുടെ ബോയൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെന്താണ്? വിവി പാരസ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സും വിവി പാരസ് ആയിരിക്കും കോൺട്രിച്ച് തൈസിന്റെ കാര്യത്തിൽ. എന്നാൽ ഓസ്ട്രിച്ച് തൈസിന്റെ കാര്യത്തിൽ അവർ ഓവി പാരസ് ആണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ആംഫിബിയൻസ്. അപ്പോൾ ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കപ്പാസിറ്റി ഉള്ള ആനിമൽസ് ആണല്ലേ, ഉഭയജീവികൾ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ഫ്രോഗ്. ഇവർക്ക് 2 പെയർ ഓഫ് ലിംസ് ഉണ്ടാകും. പിന്നെ ഇവരുടെ ബോഡിയെ ഹെഡ്, ട്രങ്ക് എന്നിങ്ങനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ചിലതിനൊക്കെ ടെയിലും ഉണ്ടാവും. ഇനി ഈ ആംഫിബിയൻസിന്റെ സ്കിൻ എന്ന് പറയുന്നത് മോയിസ്റ്റ് ആയിരിക്കും, സ്കെയിൽസ് ഒന്നും ഇല്ലാതെ മോയിസ്റ്റ് ആയിരിക്കും. നമ്മുടെ തവളയുടെ ഒരു പുറഭാഗം ഒന്ന് ആലോചിച്ചാൽ മതി, എങ്ങനെയായിരിക്കും? ഒരു സ്ലൈമി ആയിട്ടുള്ള ഒരു മോയിസ്റ്റ് ടെക്സ്ചർ ആയിരിക്കും അല്ലേ. പിന്നെന്താ, ഇവരുടെ ഐസിന് ഐലിഡ്സ് ഉണ്ടാകും. അതുപോലെ ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ടിംപാനമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അലിമെന്ററി കനാൽ, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓപ്പൺസ് ഇൻ ടു എ കോമൺ ചേംബർ. അതിൻ്റെ പേരെന്താണ്? ക്ലോയേക്ക. ഈ ഒരു കോമൺ ചേംബറിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെയാണിത്. then it opens into the exterior. അപ്പോൾ എങ്ങനെയാണ്? ഒന്നുകൂടെ പറയാം. alimentary canal, urinary and reproductive tracts open into a common chamber called cloaca which opens to the exterior. അപ്പോൾ മൂന്നിനും കൂടെ ഒരൊറ്റ ചേംബറാണ് ഉള്ളത്. ആ ചേംബറിൽ നിന്നാണ് പിന്നീട് അത് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, റെസ്പിറേഷൻ എങ്ങനെയായിരിക്കും? ഗിൽസ്, ലങ്സ് ഓർ ത്രൂ സ്കിൻ. അപ്പോൾ 3 രീതിയിൽ റെസ്പിറേഷൻ നടക്കാം. ഗിൽസ് വഴി, ലങ്സ് വഴി, അതും അല്ലെങ്കിൽ സ്കിന്ന് വഴി ഡയറക്റ്റ്. പിന്നെ ഹാർട്ട് 3 ചേമ്പേർഡ് ആണ്, 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും. ദേ ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. ഇവരുടെ സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഓവിപാരസ് ആണ്, മുട്ടയിടുന്നവയാണ്. നമ്മൾ ഈ കുളത്തിൻ്റെയൊക്കെ സൈഡിൽ നോക്കി അറിയാം, ഇങ്ങനെ പഞ്ഞി പഞ്ഞി പോലെ കാണും. അതാണ് ഈ തവളകളൊക്കെ മുട്ടയിടുന്നത്. ആൻഡ് ദെയർ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്. ഇവരുടെ എക്സാമ്പിൾസ് നോക്കാം. ബുഫോ എന്നറിയപ്പെടുന്നത് ടോഡാണ്. ഇനി റാണ എന്നറിയപ്പെടുന്നത് ഒരു ഫ്രോഗ് ആണ്. ഇനി ഹൈല ട്രീ ഫ്രോഗ്, മരത്തവള, അതിന് പറയുന്ന പേരാണ് ഹൈല. പിന്നെ സാലമാൻഡർ. പിന്നെന്താണ്?
ലിംഫ്ലെസ് ആംഫീബിയ എന്നറിയപ്പെടുന്നത് ഇക്ടോഫസ് ആണ്. അപ്പോൾ ഇക്ടോഫസ് ആണ് ലിംഫ്ലെസ് ആംഫീബിയ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സാണ് ക്ലാസ് റെപ്റ്റീലിയ. ഇവർക്ക് ഒരു ക്രോളിംഗ് ആൻഡ് ക്രീപ്പിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ ആണുള്ളത്. ഇഴജന്തുക്കൾ അവരിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞാൽ പോകുന്നത്. അങ്ങനെ അവരുടെ ലോക്കോമോഷൻ ഉള്ളത് കൊണ്ടാണ് അവർ റെപ്റ്റീലിയ എന്ന് വിളിക്കുന്നത്. ഇനി ഇവർ മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആയിട്ടുള്ള ആനിമൽസ് ആണ്. ഇവരുടെ ബോഡി എങ്ങനെയാണ്? ഇറ്റ് ഈസ് കവേർഡ് ബൈ ഡ്രൈ ഓർ കോണിഫൈഡ് സ്കിൻ. നമ്മുടെ ക്രൊക്കോഡൈലിനെ ഓർത്ത് നോക്കിയാൽ അതിൻ്റെ ബോഡി ഒരു ഡ്രൈ ആയിട്ടുള്ള ഇങ്ങനെ കോണിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലേ അവരുടെ അപ്പർ ബോഡി, അവരുടെ പുറമേ ഒക്കെ കാണുന്നത്. ഇനി ചിലതിനെങ്ങനെയാണ്? എപ്പിഡമൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ് ഉണ്ട്. നമ്മുടെ പാമ്പിനെയൊക്കെ ഓർത്താൽ മതി. പാമ്പിൻ്റെ പടം, ആ ഒരു സ്കെയിൽസ് ഉണ്ടാകുമല്ലോ, അതൊക്കെ ഓർത്താൽ മതി. അപ്പം ഒരു ക്ലാസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് ഓർക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ ഫീച്ചേഴ്സും കൂടെ പെട്ടെന്ന് ഓർമ്മയിൽ വരും. പിന്നെന്താ, ഇവർക്ക് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിങ്സ് ഇല്ല. അതിന് പകരം എന്താണ് ഇവർക്കുള്ളത്? ടിംപാനമാണ് ഇയേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ടിംപാനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താ, 2 പെയർ ഓഫ് ലിംസ് ഉണ്ട്. ഹാർട്ട് എന്ന് പറയുന്നത് ഇവർക്ക് 3 ചേമ്പേർഡ് ആണ്. പക്ഷെ ക്രോക്കോഡൈൽ ഉണ്ടല്ലോ, ക്രോക്കോഡൈലിന് മാത്രം 4 ചേമ്പേർഡ് ഹാർട്ടാണ്. നമ്മൾ മാമൽസിനെ പോലെ 4 ചേമ്പേർഡ് ഹാർട്ടുള്ള ഒരു റെപ്റ്റൈലിനെ പേര് പറയാൻ പറഞ്ഞ ക്രോക്കോഡൈലാണ്. ബാക്കി എല്ലാവർക്കും 3 ചേമ്പേർഡ് ഹാർട്ടായിരിക്കും ഉള്ളത്. ഇനി എന്താണ്, ഇവർ പോയ്ക്കിലോതേംസ് ആണ്. പിന്നെ സ്നേക്സും ലിസാർഡ്സും ഒക്കെ എന്താണ്, ദേ ഷെഡ് ദെയർ സ്കെയിൽസ് ഓർ സ്കിൻ കാസ്റ്റ്. അപ്പം സ്കിൻ കാസ്റ്റിൻ്റെ സമയത്ത് ഇവർ സ്കെയിൽസ്, ഇപ്പോൾ പാമ്പൊക്കെ പടം പൊഴിക്കുമെന്ന് പറയും. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു തൊലി അവർ റിമൂവ് ചെയ്ത് കളയും സ്പെഷ്യൽ കണ്ടീഷൻസിൽ. ഇനി എന്താണ്, ഇവരുടെ സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. അതുപോലെ ഇവർ ഓവി പാരസ് ആണ്, അതായത് മുട്ടയിടുന്നവയാണ്. ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഡയറക്റ്റ് ആണ്. ഇനി നമുക്ക് ഇവരുടെ എക്സാമ്പിൾസ് നോക്കാം. കീലോൺ എന്നറിയപ്പെടുന്നത് ടർട്ടിൽ. ഇനി ടോർട്ടോയ്സിന്റെ മറ്റൊരു പേരാണ് ടെസ്റ്റുഡോ. കമേലിയോൺ എന്നറിയപ്പെടുന്നത് ട്രീ ലിസാർഡാണ്. കാലോട്സ് എന്നറിയപ്പെടുന്നത് ഗാർഡൻ ലിസാർഡാണ്. പിന്നെ നമ്മുടെ ക്രൊക്കോഡൈൽ നമ്മൾ പറഞ്ഞല്ലേ, ക്രൊക്കോഡൈലസ്. പിന്നെ അലിഗേറ്റർ. പിന്നെ ഒരു എക്സാമ്പിൾ ആണ് വോൾ ലിസാർഡ്. വോൾ ലിസാർഡിന്റെ പേരെന്താണ്? ഹെമിഡാക്ടൈലസ്. ഓക്കെ, ഇനി പഠിക്കേണ്ടത് 2-3 പോയിസണസ് സ്നേക്സിന്റെ പേരാണ്. കോബ്ര, മൂർഖൻ, അതിൻ്റെ മറ്റൊരു പേരാണ് നാജ. അപ്പോൾ ഓർക്കുക, നാജ നാജ എന്ന് പറയുന്നത് ആരാണ്? കോബ്രയാണ്, മൂർഖൻ. ഇനി എന്താണ്? ബെൻഗാരസ്, അത് ക്രൈറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയും, പോയിസണസ് ആയിട്ടുള്ളൊരു പാമ്പാണ്. പിന്നെ വൈപ്പർ എന്താണ്? അണലിയാണ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ടെസ്റ്റുഡോ, ടോർട്ടോയ്സ്, അതുപോലെ ട്രീ ലിസാർഡ്, ഗാർഡൻ ലിസാർഡ്, വോൾ ലിസാർഡ്, ഇതിൻ്റെയൊക്കെ മറ്റേ പേരും കൂടെ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്ലാസ് ആണ് എവിസ്, അതായത് നമ്മുടെ പക്ഷികളുടെ ക്ലാസ്. ഇവർക്ക് എന്തുണ്ടാകും? ഫെദേഴ്സ് ഉണ്ടാകും അല്ലേ. മിക്ക പക്ഷികൾക്കും പറക്കാനുള്ള കഴിവുണ്ട്, എക്സെപ്റ്റ് ചില ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. അതിനൊരു എക്സാമ്പിളാണ് ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിന് പറക്കാൻ പറ്റില്ല. പിന്നെന്താ, ഇവർക്ക് ബീക്ക് ഉണ്ടാകും. അതുപോലെ നമുക്കറിയാം അല്ലേ, ചിറകുകളുമുണ്ട് പക്ഷികൾക്ക്, അതുപോലെ കാലുകളുമുണ്ട്. അവരുടെ 4 ലിംസ് ആണ് മോഡിഫൈ ചെയ്ത് വിങ്സ് ആയിരിക്കുന്നത്. ഹിൻഡ് ലിംസ് എന്താണ്? സ്കെയിലി ആയിട്ട് അവരുടെ ലെഗ്സ് ആയിട്ട് അവരെ സഹായിക്കും. നടക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ലെഗ്സും ഉണ്ട്. പറക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ 4 ലിംസ് മോഡിഫൈ ചെയ്ത വിങ്സും ഉണ്ട്. അപ്പം 2 ഉണ്ട് ഇവർക്ക്. പിന്നെന്താ, സ്കിൻ ഈസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻസ് എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദ ബേസ് ഓഫ് ദ ടെയിൽ. അപ്പോൾ ഈ കാക്കയൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞ് ടെയിലിൽ ഇങ്ങനെ കൊത്തുന്ന കണ്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ അവരുടെ ടെയിലിൻ്റെ ബാക്കിലാണ് ഇവരുടെ ഓയിൽ ഗ്ലാൻഡ് ഉള്ളത്. അല്ലാത്ത പക്ഷം ഇവരുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. പിന്നെന്താ, ഇവരുടെ എൻഡോസ്കെൽട്ടൻ ഈസ് ഫുള്ളി ഓസിഫൈഡ് ആൻഡ് ദ ലോങ് ബോൺസ് ആർ ഹോളോ വിത്ത് എയർ കാവിറ്റീസ്. അപ്പം എന്താ, ഇവരുടെ എൻഡോസ്കെൽട്ടൻ എന്ന് പറയുന്നത് ഓസിഫൈഡ് ആണ്, അതായത് ബോണി ആയിരിക്കും. പിന്നെ ഇവരുടെ ലോങ് ബോൺസ് എങ്ങനെയാണ്? ഹോളോ വിത്ത് എയർ കാവിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഓർക്കുക, ഇവരുടെ ലോങ് ബോൺസ് ഹോളോ ആയിരിക്കും. എന്തായിരിക്കും? അതിനുള്ളിൽ എയർ കാവിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവരുടെ ഡൈജസ്റ്റീവ് ട്രാക്ക് ഓഫ് ബേർഡ്സ് ഹാസ് അഡീഷണൽ ചേമ്പേഴ്സ്, ദ ക്രോപ്പ് ആൻഡ് ഗിസാർഡ്.
പിന്നെന്താണ്, ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേർഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റെപ്റ്റൈൽസിന് 3 ചേമ്പേർഡ് ആയിരുന്നു, എക്സെപ്റ്റ് ക്രോക്കോഡൈലിന് മാത്രമേ 4 ചേമ്പേർഡ് ഉള്ളൂ. അത് കഴിഞ്ഞുള്ള ക്ലാസ് ലേവേഴ്സ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും 4 ചേമ്പേർഡ് ഹാർട്ടാണ് ഉള്ളത്. പിന്നെന്താ, ഇവർ വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. അതായത് എന്താണ്, ഹോമിയോതെർമസ് ആണ്. ദാറ്റ് ഈസ് ദേ ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. അവരുടെ ബോഡി ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വാം ബ്ലഡഡ് ആനിമൽസ് ആണ് നമ്മുടെ ഏവിസ്. നമ്മൾ നേരത്തെ റെപ്റ്റൈൽസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അവർ പോയ്ക്കിലോതേംസ് ആണെന്ന്. അതായത് അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെന്താണ്, നമ്മുടെ പക്ഷികളെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ റെസ്പിറേഷൻ എങ്ങനെയാണ്, ലങ്സ് വഴിയാണ്. എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സ് സപ്ലിമെന്റ് റെസ്പിറേഷൻ. അപ്പോൾ എന്താ, ഇവരുടെ റെസ്പിറേഷന് സഹായിക്കുന്ന എയർ സാക്സ് ഉണ്ട്, ലങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എയർ സാക്സ് ഉണ്ട്. ഇവരുടെ സെക്സസ് സെപ്പറേറ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. പിന്നെ ഇവർ ഓവിപാരസ് ആണ്, മുട്ടയിടുന്നവയാണ് അല്ലേ. പിന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പക്ഷികളും അവരുടെ പേരുകളും പഠിക്കാം. ക്രോയുടെ പേരെന്താണ്, കോർവസ്. ഓക്കെ, കോർവസ് എന്നാണ് നമ്മുടെ കാക്കയുടെ പേര്. ഇനി എന്താണ്, കൂളോംബോ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ പീജിയൺ ആണ്, പ്രാവ്, കൂളോംബ. ഓക്കെ, ഇനി പാരറ്റിന്റെ മറ്റൊരു പേരാണ് സിറ്റാക്കുല. ഓർക്കുക, സിറ്റാക്കുല എന്നറിയപ്പെടുന്നത് നമ്മുടെ പാരറ്റ് ആണ്. ഇനി പാവോ എന്നറിയപ്പെടുന്നത് പീകോക്കാണ്. ഓസ്ട്രിച്ചിന്റെ പേരെന്താണ്, സ്ട്രുതിയോ എന്നാണ് ഓസ്ട്രിച്ചിന്റെ പേര്, സ്ട്രുതിയോ. ഓക്കെ, ഇനി അപ്റ്റനോഡൈറ്റസ് എന്നറിയപ്പെടുന്നത് പെൻഗ്വിൻ ആണ്, അപ്റ്റിനോഡൈറ്റസ്. ഓക്കെ, ഇനി നിയോഫ്രോൺ എന്നറിയപ്പെടുന്നത് വൾച്ചറാണ്, കഴുകൻ. അപ്പോൾ ഈ എല്ലാ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസും പഠിച്ചിരിക്കണം. കോർവസ് എന്നറിയപ്പെടുന്ന ക്രോ, കൊളുമ്പ എന്നറിയപ്പെടുന്നത് പീജിയൺ, സിറ്റാക്കുല എന്നറിയപ്പെടുന്നത് ആരാണ്, നമ്മുടെ തത്ത, സ്ട്രുതിയോ എന്നറിയപ്പെടുന്നത് ഓസ്ട്രിച്ച് ആണ്, പാവോ പീകോക്കാണ്, നമ്മുടെ മയില്. അതുപോലെ അപ്റ്റനോഡൈറ്റസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ പെൻഗ്വിൻ ആണ്, നിയോഫ്രോൺ എന്നറിയപ്പെടുന്നത് നമ്മുടെ വൾച്ചറാണ്. ഓക്കെ, ക്ലാസ് മമേലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടുന്ന ഒരു ക്ലാസ് ആണ് അല്ലേ. ഇവരെവിടെയൊക്കെ കാണപ്പെടും, ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്സിൽ കാണപ്പെടും. ഇപ്പോൾ പോളാർ ഐസ് ക്യാപ്സിൽ, ഡെസേർട്സിൽ, മൗണ്ടെയിൻസ്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, ഡാർക്ക് കേവ്സ്, അങ്ങനെ എല്ലാ സ്ഥലത്തും കാണപ്പെടും. സം ഓഫ് ദം ഹാവ് അഡാപ്റ്റഡ് ടു ഫ്ലൈ ഓർ ലീവ് ഇൻ വാട്ടർ. ഇനി മോസ്റ്റ് ഓഫ് ദ യുണീക്ക് മമേലിയൻ ക്യാരക്ടറിസ്റ്റിക് ഈസ് ദ പ്രസൻസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്സ്. അതായത് മാമറി ഗ്ലാൻഡ്സിന്റെ പ്രസൻസ് കൊണ്ടാണ് ഇവരെ മമേലിയൻസ് എന്ന് വിളിക്കുന്നത്. ഓർക്കുക, മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്സ് ആയ മാമറി ഗ്ലാൻഡ്സ് ഉണ്ട് ഇവർക്ക്. എന്തിനു വേണ്ടിയാണ് ഇത്? ടു നറിഷ് ദ യങ് വൺസ്. ഓക്കെ, ദേ ഹാവ് 2 pair of limbs adapted for walking, running, climbing and burrowing. അതുപോലെ സ്വിമ്മിങ്ങിന്, ഫ്ലൈയിങ്ങിനൊക്കെ സഹായിക്കുന്ന 2 pair of limbs ഉണ്ടാവും ഇവർക്ക്. ആൻഡ് ദ സ്കിൻ ഓഫ് മാമൽസ് ഇസ് യുണീക്ക് ഇൻ പൊസസിങ് ഹെയർ. അപ്പോൾ എന്താണ്, ഇവർക്കൊക്കെ ഹെയർ ഉണ്ടാകും, അതുപോലെ 2 limbs ഉണ്ടാവും, 2 pair of limbs ഉണ്ടാകും, പിന്നെ മാമറി ഗ്ലാൻഡ്സും ഉണ്ടാകും. എക്സ്റ്റേണൽ ഇയർ ഓർ പിന്നെ ആർ പ്രസന്റ്. എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ പിന്നെ ഉണ്ടാകും. പിന്നെ എന്തൊക്കെയുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസന്റ് ഇൻ ദ ജോ. നമ്മുടെ ഹ്യൂമൻസിൻ്റെ കാര്യം, എല്ലാ മാമൽസിനെ കുറിച്ച് പറയുമ്പം നമ്മളെ ഒന്ന് ഓർത്താൽ മതി, അപ്പോൾ പെട്ടെന്ന് കിട്ടും. ഇനി ഹാർട്ട് ഈസ് 4 chambered ആൻഡ് ദേ ആർ ഹോമിയോതെർമസ്. റെസ്പിറേഷൻ എങ്ങനെയാണ്? ലങ്സ് വഴിയാണ്. സെക്സസ് ആർ സെപ്പറേറ്റ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. ദേ ആർ വിവിപാരസ്, പ്രസവിക്കുന്നവയാണ് അല്ലേ. വിത്ത് ഫ്യൂ എക്സെപ്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ്. ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്, എന്നാലും കോമൺലി പറയുമ്പോൾ വിവിപാരസ് ആണ് മാമൽസ്. ഇനി ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഡയറക്റ്റ് ആണ്. അപ്പോൾ മാമൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർക്കേണ്ടത് ആദ്യത്തെ കാര്യം, മാമറി ഗ്ലാൻഡ് ഉണ്ട്, 2 pair of limbs ഉണ്ട്, അതുപോലെ എന്തുണ്ട്? എക്സ്റ്റേണൽ ഇയർ ഓർ പിന്നെ ഉണ്ട്. പിന്നെ എന്താകും? ഇവർക്ക് ഹെയർ ഉണ്ടാകും.
ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ടാകും. ഹാർട്ട് എങ്ങനെയാണ്? 4 ചേമ്പേർഡ് ആണെന്ന് ഓർക്കണം. ഹോമിയോതെർമസ് ആണെന്ന് ഓർക്കണം. റെസ്പിറേഷൻ ലങ്സ് വഴിയാണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. വിവി പാരസ് വിത്ത് ഫ്യൂ എക്സെപ്ഷൻസ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മാമൽസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ മാമൽസും പ്രസവിക്കുന്നവയാണ്, വിവി പാരസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ മുട്ടയിടുന്ന ഒരു മാമലുണ്ട്, അതാണ് നമ്മുടെ പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസിൻ്റെ മറ്റൊരു പേരാണ് ഓർണിത്തോറിഞ്ചസ്. ഇവരെങ്ങനെയാണ്? മുട്ടയിടുന്നവയാണ്, ഓവി പാരസ് ആണ്. ബാക്കിയുള്ളവരെങ്ങനെയാണ്? പ്രസവിക്കുന്നവയാണ്, വിവി പാരസ്. അപ്പോൾ ഈ 2 ടേംസിൻ്റെയും വ്യത്യാസം ഓർത്തിരിക്കുക. അപ്പോൾ ഓവി പാരസ് ആയിട്ടുള്ള മാമൽ ആരാണ്? നമ്മുടെ പ്ലാറ്റിപ്പസ്. ഇനി നമുക്ക് വിവി പാരസ് ആയിട്ടുള്ള മാമൽസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. മാക്രോപ്പസ്, കങ്കാരു. ടെറോപ്പസ്, ഫ്ലൈയിങ് ഫോക്സ്. കമേലസ്, നമ്മുടെ ക്യാമൽ, ഒട്ടകം. മക്കാക്ക ആരാണ്? നമ്മുടെ മങ്കി, കുരങ്ങ്. റാറ്റസ്, റാറ്റ്. കാനിസ്, ഡോഗ്. ഫിലിസ്, കാറ്റ്. ഇനി എലിഫാസ് എന്നറിയപ്പെടുന്നത് എലിഫൻ്റ് ആണ്. ഇക്യുസ് ആരാണ്? ഹോഴ്സ് ആണ്. ഡെൽഫിനസ് കോമൺ ഡോൾഫിന് പറയുന്ന പേരാണ്. പിന്നെ ബെലനോപ്റ്ററ, അതാണ് നമ്മുടെ ബ്ലൂ വെയിൽ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, ബെലനോപ്റ്ററ. ഇനി എന്താണ്? പാന്തേറ ടിഗ്രസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ടൈഗർ ആണ്. പാന്തേറ ലിയോ എന്നറിയപ്പെടുന്നത് ലയൺ ആണ്. ഓക്കെ.